ഹൗ ടു എൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എംപ്ലോയി പോകുന്ന സമയത്ത് 2 കാര്യം ചെയ്യണം. ഒന്ന്, ചെയ്തിരിക്കുന്ന വർക്കുകളുടെ റിപ്പോർട്ട് എന്തൊക്കെയാണ്, അതിന്റെ സ്റ്റാറ്റസ്, എത്ര കംപ്ലീറ്റഡ് ഉണ്ട്, എത്ര പെൻഡിങ് ഉണ്ട്, ഓക്കെ. അതേപോലെ തന്നെ എത്ര ഡിലേഡ് ഉണ്ട്, എത്ര അപ്കമിങ് വർക്ക് ഉണ്ടെന്ന് വേണമെങ്കിൽ ഇയാൾക്ക് എഴുതാം. ക്ലിയർ ആണോ? സെക്കൻഡ്, നാളേക്കുള്ള വർക്കുകൾ എന്താണ്. നാളേക്കുള്ള വർക്കുകളും ഇട്ടതിന് ശേഷമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇവർ പോകേണ്ടത്. നാളേക്കുള്ള വർക്ക് അവരിടണം, അതേപോലെ തന്നെ ഇന്നത്തെ ഒരു വർക്ക് അവർ എന്ത് ചെയ്യും വേണം, എൻഡ് ചെയ്യും വേണം. ഈ 2 കാര്യങ്ങളും ചെയ്തു പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾ തീരും. എസ്പെഷ്യലി കൺസ്ട്രക്ഷൻ കമ്പനിയിലൊക്കെ ഉള്ള ആളുകൾക്ക് 3 ഡേയ്സ് മിനിമം, 7 ഡേയ്സ് ആണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുക. 3 ഡേയ്സ് മിനിമം ഫാക്ടറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്ക് 3 ഡേയ്സ് മിനിമം എന്ത് ചെയ്യണം, അപ് ടു ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വെനസ്ഡേ ആണെങ്കിൽ വെനസ്ഡേ പ്ലസ് തേഴ്സ്ഡേ പ്ലസ് ഫ്രൈഡേ എന്തൊക്കെ വർക്കുകളുണ്ട്, തേഴ്സ്ഡേ ആകുമ്പോൾ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ എന്തൊക്കെ വർക്കുണ്ട്, ഒരു ദിവസം ചെയ്താൽ മതി. ഇത് പതിയെ കൊണ്ടുപോയിട്ട് ഒരു വീക്ക് വരെ നിങ്ങൾക്ക് ആക്കാൻ സാധിക്കുമെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. ഇതേ പോളിസിയാണ് ഇവിടെ കീപ്പ് ചെയ്യുന്നത്, എൻ്റെ ഓഫീസിൽ കീപ്പ് ചെയ്യുന്നത്. ഞാൻ എത്ര മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് അവിടെ ചോദിച്ചാൽ മതി. മാക്സിമം ഞാനൊരു മാസത്തിൽ ഒരു 2 to 3 മീറ്റിംഗ് ഞാൻ പങ്കെടുക്കുള്ളൂ. ക്ലിയർ ആണോ? DM4 system implementation in your business.